അണ്ണൻ ആ ബോക്സ് കൊണ്ടുപോയി കീറി മുറിച്ച് ആ ചാക്കിൻ്റെ മുകളിൽ വിരിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ അവരെല്ലാം ആരംഭിക്കാൻ പോകുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു മടിയോ താല്പര്യക്കുറവോ കാണിക്കാതെ അവർ പരിപാടി ആരംഭിച്ചു. ജോലിക്കാരുടെ ഡ്രസ്സ് വിരിച്ചത് കൊണ്ട് തന്നെ ഞങ്ങളിരിക്കുന്ന റൂം അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എല്ലാം അവിടെ ഇരുന്ന് ആസ്വദിച്ചു. അവരുടെ കലാപരിപാടി കഴിഞ്ഞ ഉടൻ ഞാൻ അവളോട് പറഞ്ഞു, എടി മതി നോക്കിയത്, അവരിപ്പോൾ വരും, നമുക്ക് വേഗം പോകാം. ആ അത് ശരിയായിട്ടാ, നമുക്ക് പോകാം. പക്ഷേ എങ്ങനെ ബൈക്കെടുത്ത് പോകും, അവർ കണ്ടാലോ? നീ വാ, നമുക്ക് പുറത്തു പോയി നിൽക്കാം, അവർ പോയിട്ട് നമുക്ക് പോകാം. അങ്ങനെ അതും പറഞ്ഞ് ഞങ്ങൾ അവർ കാണാതെ പതിയെ അവിടെ നിന്നിറങ്ങി. വീടിൻ്റെ പുറകെ പോയി അവർ പോകുന്നത് വരെ അവിടെ ഒളിച്ചു നിന്നു. വൈകാതെ തന്നെ അവർ വന്ന് കാറെടുത്തു പോയി. ചേട്ടാ നമുക്ക് പോയാലോ, അവൾ ചോദിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നു, എനിക്കാണെങ്കിൽ ഒന്നും ആയില്ല, നമുക്കൊന്ന് നോക്കിയാലോടി. അയ്യടാ ഒന്ന് പോടാ, നിൻ്റെ ഒരു മോഹം, അത് കണ്ടുകൊണ്ട് നീ നന്നായി പണിയുന്നുണ്ടായല്ലോ. എന്തു പറ്റി, കളഞ്ഞില്ലേ? മര്യാദക്ക് നടക്കങ്ങോട്ട്, ഇപ്പോൾ തന്നെ നേരം വൈകി, അവൾ പറഞ്ഞു. ഓ നിനക്കൊന്നും നമ്മളെ പറ്റില്ലല്ലോ, നീ ജെൻസിയല്ലേ, വാ കയറി പോകാം, ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അന്നത്തെ പോലെ റോഡിൽ വെച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്നപ്പോൾ അമ്മ വീട്ടിലെത്തി കതക് തുറന്ന് വീട്ടിലേക്ക് കയറുന്നേ ഉള്ളൂ. ഞങ്ങളെ കണ്ട അമ്മ ചോദിച്ചു, ഓ നിങ്ങളിങ്ങ് എത്തിയോ, എന്തായി പോയിട്ട്, കേക്കൊക്കെ മുറിച്ചോ? ആ പിന്നെ നല്ല മുറിയായിരുന്നു അണ്ണൻ മുറിച്ചത്, ഞാൻ പതിയെ പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കുക ചേട്ടാ, അമ്മ കേൾക്കും, അനിയത്തി എന്നെ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ആ കേക്കൊക്കെ മുറിച്ചമ്മേ, പോയിട്ട് എന്തായി, അവൾ അമ്മയോട് ചോദിച്ചു. ആ അത് കുഴപ്പമൊന്നുമില്ലടി, അമ്മ പറഞ്ഞു. അമ്മ അകത്തേക്ക് നടന്നു, പിറകെ ഞങ്ങളും. എന്താ അമ്മേ അമ്മയുടെ കാലിന് പറ്റിയത്, ഞാൻ അമ്മയോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലല്ലോ, എന്താ, അമ്മ ചോദിച്ചു. അല്ല അമ്മയുടെ നടത്തത്തിൽ എന്തോ പറ്റിയതുപോലെ തോന്നുന്നു. ഒന്ന് പോയ ചേട്ടാ, എന്തൊക്കെ ചേട്ടൻ ചോദിക്കുന്നേ, അനിയത്തി അമ്മ കേൾക്കാതെ എന്നോട് പറഞ്ഞു. ഏയ് ഒന്നുമില്ലല്ലോ, പിന്നെ ചെറുതായിട്ടൊരു കാലുവേദന, ചിലപ്പോൾ അതാകും, അമ്മ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. ഡാ നിനക്കിത് എന്തിൻ്റെ കേടാ, ചുമ്മാ അമ്മയെ കളിയാക്കാൻ, അതിൻ്റെ വഴിക്ക് വിട്ടേക്കടാ, അവൾ പറഞ്ഞു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമ്മുടെ അമ്മയല്ലേ, ഇങ്ങനെ വിട്ടാൽ മിക്കവാറും അമ്മയുടെ പുക കാണേണ്ടി വരും നമ്മൾ, ഞാൻ പറഞ്ഞു. ഏയ് അതൊന്നും ഇല്ല ചേട്ടാ, അതൊക്കെ താങ്ങാനുള്ള ശക്തി അമ്മയ്ക്കുണ്ട്. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ പിന്നെ മറ്റേ കാര്യത്തിൽ ചേട്ടനൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ, ഞാൻ വരുമ്പോഴേക്കും അതൊന്ന് തീരുമാനിച്ച് വെച്ചേക്ക്, അവൾ പറഞ്ഞു. ആ നീ പോയിട്ട് വാ, ഞാൻ റൂമിലുണ്ട്, ഞാൻ അവളോടും പറഞ്ഞ് എൻ്റെ റൂമിലേക്കും പോയി. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലിരിക്കുമ്പോൾ അനിയത്തി എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അല്ല എന്തായി, ഞാൻ പറഞ്ഞ കാര്യം, അയാളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചേട്ടൻ ഒരു തീരുമാനം പറ. എടി അത് ഞാനിപ്പോൾ എന്ത് പറയാനാ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അല്ലെങ്കിലും എല്ലാം എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ നീ ചെയ്യുന്നത്, ഇത് മാത്രം എന്താ ഇത്ര ചോദിക്കാൻ? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, മൂപ്പർക്ക് പുറത്തേക്ക് വരാൻ പേടിയാ, വീട്ടിലേക്ക് വരാമെന്നാ പറയുന്നത്. അതല്ലേടി ഞാനും പറഞ്ഞത്, വന്നോട്ടെ എന്ന്, ഇനി എന്താ പ്രശ്നം അത് പറ. അതല്ല ചേട്ടാ, അയാൾ വരുമ്പോൾ അമ്മയുടെ ഉണ്ടെങ്കിൽ എല്ലാം പ്രശ്നമാകും, ചേട്ടൻ എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് ആ സമയം പുറത്തു പോകണം, എന്നാലേ ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ ആകൂ. അമ്മയെ കൊണ്ട് ഞാനെവിടെ പോവാനാ, അതൊന്നും പറ്റില്ല, നീ അമ്മയില്ലാത്തപ്പോൾ കൊണ്ടുവന്നാൽ മതി, ഞാൻ പറഞ്ഞു. ഓഫ് അതിനമ്മ പുറത്തു പോകുന്നത് നോക്കി എനിക്കവരോട് വരാൻ പറയാൻ പറ്റുമോ? മൂപ്പർക്ക് മലപ്പുറത്ത് നിന്ന് ഇവിടെ എത്തണ്ടേ, എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റത്തുള്ളൂ. എടി നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ എങ്ങോട്ടാ അമ്മയും കൊണ്ട് പോവുക, അത് നീ ഒന്ന് പറ. അതൊക്കെ നീ ചെയ്യണം, അതിനാണ് നിനക്ക് ഞാൻ ഐഫോൺ തരാമെന്ന് പറഞ്ഞത്. അമ്പടി കള്ളി, അപ്പോൾ അതാണ് നിൻ്റെ ഉദ്ദേശം? ഞാൻ കരുതി എൻ്റെ സമ്മതത്തിന് വേണ്ടിയായിട്ടാവുമെന്ന്. ഇതിപ്പോൾ അമ്മയെ നിനക്ക് ഇവിടെ നിന്ന് മാറ്റണം, അതിനുള്ള ഐഡിയ ആണല്ലേ, ഞാൻ പറഞ്ഞു.
അത് ചേട്ടാ, നമ്മളിങ്ങനെ ചെറിയ മീനുകളെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇടയ്ക്കൊക്കെ വലിയ മീനുകളെയും പിടിക്കണം. എന്നാലേ ലൈഫ് അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. ആ, പൊളിക്ക്. അവസാനം ആരെങ്കിലും വന്ന് ഒന്നാകെ പൊളിക്കാതെ നോക്കിക്കോ, ഞാൻ പറഞ്ഞു. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേട്ടാ. നീ ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. അയാളെ കൊണ്ട് ഒരു സൗകര്യവും ഇല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എന്തായി? ആദ്യം നീ അത് സെറ്റാക്ക്. നിനക്ക് നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഓ, നീ അത് വീട്ടില്ലേടാ. എപ്പോൾ നോക്കിയാലും അതോടത്ത് നടക്കാണോ? തൽക്കാലത്തിന് നിന്റെ കാര്യത്തിനൊക്കെ ശോഭിച്ചില്ലേ? അതുപോലെ നിനക്ക്? അവൾ ചോദിച്ചു. ഏയ്, അതൊന്നും പറ്റില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ഇപ്പോഴേ കിട്ടത്തുള്ളൂ, അതും ഈ മൂത്ത് നിൽക്കുന്ന ടൈമിൽ, ഞാൻ പറഞ്ഞു. അത് ചേട്ടാ, അതിന് ഞാൻ ആ ചേച്ചിയെ പിന്നെ കണ്ടിട്ടില്ല. അതുമല്ല, അങ്ങോട്ട് പോകുന്നത് സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതുപോലൊരു പ്ലാൻ ഉണ്ടാക്കി ഞാനെല്ലാം സെറ്റാക്കി തരാം. നീ ഒന്ന് അടങ്ങ്. ആ ശരി, ഞാൻ അടങ്ങാം. എൻ്റെ ആവശ്യമായി പോയില്ലേ? ഞാനന്ന് അമ്മയെ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ അമ്മയെ നോക്കാൻ പോയി. കുറച്ച് സമയത്തിന് ശേഷം അവൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു. അമ്മയോടേടി? ഞാൻ അവളോട് ചോദിച്ചു. അമ്മ അവിടെ ചേട്ടനുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്താ പ്രശ്നം? ഞാൻ അവളോട് ചോദിച്ചു. ആ, എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ആണോ? വരട്ടെ, നല്ലതല്ലേ. കുറേ ആയില്ലേ അവരൊന്ന് വന്നു പോയിട്ട്, ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ ഈ വരവ് വന്നാൽ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. അതെന്താ? അത് പിന്നെ വെക്കേഷനല്ല ചേട്ടാ. ആ, അത് ശരിയാണല്ലോ. കൊള്ളാം, നമുക്ക് അടിച്ചു പൊളിക്കാം. ആ, പക്ഷേ ഒരു പ്രശ്നമുണ്ട് ചേട്ടാ. എന്ത് പ്രശ്നം? അത് ചേട്ടനും ചേച്ചിയും വരുന്നതിന് മുമ്പ് അയാളെ വരുത്തണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഓ, അത് ശരിയാണല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അമ്മ എങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ? അത് ചേട്ടൻ അമ്മയും കൊണ്ട് ഒരു പടത്തിന് പോ. പടമെല്ലാം കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോഴേക്കും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. അയ്യടി, പടത്തിന് വിളിച്ചുകൊണ്ട് പോകാൻ അമ്മേൻ്റെ കാമുകിയല്ലേ? അതും ഇതിനു മുമ്പൊന്നും നമ്മൾ സിനിമയ്ക്ക് തിയേറ്ററിലൊന്നും പോയിട്ട് പോലുമില്ല. നിൻ്റെ ഒരു ഐഡിയ, വേറെ വല്ല നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയടി, ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഐഡിയ? ആ, എന്നാൽ നീ അമ്മയുമായി ബീച്ചിലോ പാർക്കിലോ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ. അത് പറ്റുമോ? അവൾ ചോദിച്ചു. ഒന്ന് പോടെ അലവലാതി, ഞാൻ നിൻ്റെ തന്തയല്ലേ? അമ്മയും കൊണ്ട് പാർക്കിലും ബീച്ചിലും കറങ്ങാൻ. എങ്ങനെയാണെങ്കിൽ ഞാനില്ലട്ടോ ഈ പരിപാടിക്ക്. നിൻ്റെ ഒരു ഐഡിയ, ഞാൻ പറഞ്ഞു. ഓഫ്, എന്നാ ചേട്ടൻ തന്നെ ഒരു ഐഡിയ പറ. ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. ആ, ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അമ്മയുമായി ഹോസ്പിറ്റലിൽ പോയാലോ? എനിക്കെന്തെങ്കിലും അസുഖമാണെന്ന് പറയാം. അസുഖമോ? എന്തസുഖമാണെന്ന് പറയും നീ? അതൊന്നും നടക്കില്ല ഏട്ടാ. വേറെ ഐഡിയ പറ, അവൾ പറഞ്ഞു. വേറെ ഇപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ലടി. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നീ അയാളെ വേറെ വല്ല സ്ഥലത്തേക്കും കൊണ്ടുപോക്കോ. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ? എന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. ആ, പറ. മുമ്പ് പറഞ്ഞ പോലെ ഐഡിയ ആണെങ്കിൽ ഞാൻ ഒറ്റ പോക്കങ്ങ് പോകും. പിന്നെ എന്നെ നോക്കണ്ട കേട്ടോ. ഇത് അങ്ങനെയുള്ളൊരു ഐഡിയ ഒന്നും അല്ല, കുറച്ച് പണിയാണ്. പക്ഷേ അത് നീ വിചാരിക്കണം. ആ, അതിപ്പോൾ എന്ത് ഐഡിയ ആണെങ്കിലും ഞാൻ തന്നെ വിചാരിക്കണ്ടേ? നീ പറ, ഞാൻ കേൾക്കട്ടെ. അത് പിന്നെ ചേട്ടാ, ചേട്ടൻ അമ്മയോട് പറയണം ചേട്ടന് ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നും ആ പെണ്ണിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ചേട്ടൻ അമ്മയും കൂട്ടി പോക്കോ. പോയിട്ട് പെണ്ണെവിടെ? ഞാൻ ആരെ കൊണ്ടേ കാണിക്കും? അത് പിന്നെ നീ ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്ക്, അമ്മ അത് വിശ്വസിച്ചോളൂ. നീ മണ്ടി, ഞാൻ ആരെ കാണിക്കാനാ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് അമ്മയ്ക്കളോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിലും എവിടെ പോയി ഞാനൊരു പെണ്ണിനെ കാണിക്കും? ഞാൻ ചോദിച്ചു. അതിപ്പോൾ പെണ്ണിനെയൊക്കെ ഞാൻ സെറ്റാക്കാം, ബാക്കി കാര്യങ്ങളെല്ലാം ചേട്ടൻ നോക്കുമോ? ഏത് പെണ്ണ്? നീ എന്തായി പറഞ്ഞു വരുന്നത്? ചേട്ടനെ പറ്റിയ നല്ല കിളി പോലത്തെ പെൺകുട്ടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ചേട്ടൻ എങ്ങനെയെങ്കിലും അമ്മയുമായി ഈ വീടിന് വെളിയിൽ ഒന്ന് ഇറങ്ങി തന്നാൽ മതി, ബാക്കി ഞാനേറ്റു. അല്ലടി, ആരാ പെണ്ണ്? ആദ്യം നീ അത് പറ. അത് ഞാൻ പറഞ്ഞു തരാം. ചേട്ടൻ ഇന്ന് രാത്രി പോയി അമ്മയോട് കാര്യം സംസാരിക്കണം. അമ്മ ഓക്കെ പറഞ്ഞാൽ
ഞാൻ ഇക്കയെ വിളിച്ച് നാളെ വരാൻ പറയും. ഇക്ക വരുന്ന ടൈം നോക്കി ചേട്ടൻ അമ്മയുമായി പുറത്തു പോകണം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ, കൊള്ളാവോ? അവൾ ചോദിച്ചു. ആ, ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ നാളെ എങ്ങനെ പറ്റും? എനിക്ക് ജോലിക്ക് പോകണ്ടേ? അതിന് നാളെ ജോലിയുണ്ടോ? സൺഡേ അല്ലേ? ആ, അത് ശരിയാണല്ലോ. ആ, ബെസ്റ്റ്. നല്ല ആളോടാ ഞാനീ പറയുന്നത്. സൺഡേ ഏതാ മൺഡേ ഏതാണെന്നറിയാത്ത ഒരു മണ്ടൻ. ഡി മണ്ടൻ്റെ തന്ത, നീ ബാക്കി പറ. ഏതാ പെണ്ണ്? പെണ്ണിനെയൊക്കെ ഞാൻ സെറ്റാക്കാം. പക്ഷേ ചേട്ടൻ കയറി കൊളാക്കാതെ ഇരുന്നാൽ മതി. എനിക്ക് അതാ പേടി. ഇല്ലടി, നീ ഒരു പേടിയും പേടിക്കണ്ട. ആ പെണ്ണിൻ്റെ നമ്പർ നീ ഇങ്ങോട്ട് താ. ഞാൻ വിളിച്ച് സംസാരിച്ച് എല്ലാം സെറ്റാക്കിക്കോളാം. നീ ചുമ്മാ കഷ്ടപ്പെടണ്ട. അയ്യടെ മോൻ്റെ ആഗ്രഹം കൊള്ളാലോ. നമ്പറൊന്നും തരാൻ പറ്റില്ല. ഐഫോൺ വേണമെങ്കിൽ കുറച്ച് സഹിച്ചേ പറ്റൂ. ശരി. അല്ലടി, ആ പെണ്ണ് ചോദിക്കില്ലേ ഇതെന്തിനാ ഇങ്ങനൊരു നാടകമെന്ന്? അപ്പോൾ നീ എന്ത് പറയും? അത് ഞാൻ പറയും എൻ്റെ ലൈനിനെ കാണാൻ വീട്ടിൽ വരുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മയും ചേട്ടനെയും ഒന്ന് വീട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ അതിനൊക്കെ അവൾ സമ്മതിക്കോടി? അതറിയില്ല, പറഞ്ഞു നോക്കണം. അല്ലടി, ആരാ നീ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി? അതിപ്പോൾ എൻ്റെ മനസ്സിൽ 2-3 പേരുണ്ട്. പക്ഷേ രണ്ടാൾ ശരിയാവില്ല. പിന്നെ ഒരുത്തിയുണ്ട്, അവളാണ് എൻ്റെ പ്രതീക്ഷ. ആരാ അവൾ? ഞാൻ കണ്ടിട്ടുണ്ടോ അവളെ? അത് ചേട്ടൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താടി, എന്താ പ്രശ്നം? അല്ല, ഞാനിപ്പോൾ അവളോട് എന്താ പറയുക? ചേട്ടനും അറിഞ്ഞുകൊണ്ടാണോ ഞാൻ കാമുനെ വീട്ടിലേക്ക് കയറ്റുന്നതെന്ന് പറയണോ? അല്ല ചേട്ടനൊന്നും അറിയില്ലെന്ന് പറയണോ? എനിക്കറിയില്ലെന്നോ? അതെങ്ങനെ ശരിയാകും? അവൾ വിചാരിക്കില്ലേ അവളെ അറിയാതെ ഞാനെങ്ങനെ അവളെ ഇഷ്ടപ്പെട്ടു എന്ന്? അതുമല്ല, അവളുമായൊരു ബന്ധമില്ലാതെ ഞാൻ എങ്ങനെ അമ്മയോട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന്? നീ പറ. ചേട്ടനും എല്ലാം അറിയാമെന്ന്. കുറച്ചു നേരം ഒന്ന് അഭിനയിച്ചാൽ മതിയെന്ന്. ആ, ഓക്കെ ചേട്ടാ, എന്നാൽ അങ്ങനെ പറയാം. പക്ഷേ അവളോട് എങ്ങോട്ട് വരാൻ പറയണം? അവൾ എന്നോട് ചോദിച്ചു. അല്ലടി, ഏതായി പെണ്ണ്? കോളേജിലെ കൂട്ടുകാരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടുകാരിയാണോ? അത് കോളേജിലെ കൂട്ടുകാരിയാ ഏട്ടാ. പേര് ശ്രീജ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഒത്താൽ ചേട്ടൻ പോയി അമ്മയോട് സംസാരിക്കണം. അല്ലടി, അമ്മ ഇതിന് സമ്മതിച്ചില്ലെങ്കിലോ? അത് സാരില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഐഡിയ നോക്കാം. അതല്ലടി, ഇനി അമ്മയ്ക്ക് അവളെ ഇഷ്ടപ്പെട്ടാലോ? അവളെ വീട്ടിൽ പറഞ്ഞ് ഉറപ്പിച്ചാലോ എന്ന് വല്ലതും പറഞ്ഞാലോ? അത് സാരില്ല ചേട്ടാ. അപ്പോൾ നോക്കാം. ഞാൻ അവളെ കെട്ടിച്ചു തരാം. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? ആഹാ, അത് കൊള്ളാലോ. നല്ല ഐഡിയ. പക്ഷേ പെണ്ണൊക്കെ ഇടുമായിരിക്കണം. നീ ഏത് പെണ്ണിനെയാണെന്നാവോ എൻ്റെ തലയിൽ വെക്കാൻ പോകുന്നത്? തമ്പുരാൻ അറിയാം. അയ്യടാ, മോൻ്റെ ഒരു പൂതി. കാര്യം നടന്നാൽ ഐഫോൺ അങ്ങോട്ട് തരും. അല്ലാതെ പെണ്ണ് കല്യാണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു പോരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അവൾ പറഞ്ഞു. ആ, എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ദേ, ചേട്ടൻ അമ്മയുമായി പോകുന്നു. ആ പെണ്ണിനെ കാണുന്നു, ഇങ്ങോട്ട് പോരുന്നു. അതിൽ കൂടുതൽ ഒന്നും വേണ്ട. ചിലപ്പോളെ പണി പാളും. ശരി. അല്ലടി, ഒരു സംശയം കൂടി. എന്താ? ചോദിക്ക്. അല്ല, ഞാനിപ്പോൾ അമ്മയും കൊണ്ട് പോയി ജസ്റ്റ് അവളെ കാണുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമോ? അതെങ്ങനെ? എന്തായാലും അത് കുറച്ചു നേരം ഉണ്ടാവും. അയാളങ്ങ് മലപ്പുറത്തുനിന്ന് വരുന്നതാ. പിന്നെ അയാൾക്ക് കുറച്ച് പ്രായമുള്ളതാ. എല്ലാ പരിപാടിയും വേണ്ടി വരും, അവൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യും അമ്മയും കൊണ്ട്? നിങ്ങൾ ഒരു പടത്തിനൊക്കെ കയറി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോര്. അമ്മയ്ക്കതൊക്കെ ഇഷ്ടമാണ്. അതിനൊക്കെ അമ്മയ്ക്ക് വേറെ ആൾക്കാരുണ്ടടി. എൻ്റെ ആവശ്യമൊന്നും ഉണ്ടാകില്ല. അത് നീ നോക്കണ്ട. നീ ഇന്ന് കണ്ടില്ലേ ആ സൗന്ദര്യം? നീ ഒന്ന് ട്രൈ ചെയ്. ചിലപ്പോൾ നിനക്ക് കിട്ടിയാലോ? അയ്യടി, ഒന്ന് പോടി. അവളുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ? എനിക്കില്ലല്ലോ ഇത്രയ്ക്ക് ആഗ്രഹം. അയ്യടാ, ആര് പറഞ്ഞു? നീ എന്നോട് നുണ പറയണ്ട. ഞാൻ കണ്ടതല്ലേ നീ കൊലുക്കുന്നത്. അത് പിന്നെ എന്തായിരുന്നു? എടി, അത് പിന്നെ ആ സമയത്ത് ആരായാലും അങ്ങനെയൊക്കെ കണ്ടാൽ അടങ്ങി നിൽക്കുമോ? ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ സ്റ്റോറിൻ്റെ അടുത്ത പാട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അതുപോലെ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ
ഇതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.